ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാൻ ചൂടായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഏലക്ക 1 ടീസ്പൂൺ, ഗ്രാമ്പു 1.5 ടീസ്പൂൺ, കറുവപ്പട്ട ഒരു 3 ചെറിയ കഷ്ണം, കുരുമുളക് 2 ടീസ്പൂൺ, 2 തക്കോലം, 2 ജാതിപത്രി, 3 ബേ ലീവ്സിൻ്റെ ഇല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത്. ഇനി ആ കറുവപ്പട്ടയും തക്കോലും ഒക്കെ ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചൂടാകുന്നതിന് എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ചേർക്കുക. അത് കശകശ അല്ലെങ്കിൽ പോപ്പി സീഡ് എന്നും പറയും. അപ്പോൾ ചില കറിക്കൊക്കെ കുരുമുളക് കൂടുതലായിട്ട് വേണം, അപ്പോൾ അല്ലെ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സെപ്പറേറ്റ് പൊടിച്ച് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടായിട്ട് നല്ല മസാലയുടെയൊക്കെ മണം വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായി ഉണക്കിയെടുത്ത കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതിപ്പോൾ സാധാരണ വേസ്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണക്കിയെടുത്ത് ചേർക്കുമ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ പോകും. അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇപ്പോൾ പച്ചക്കറിവേപ്പിലയാണെങ്കിൽ അതായാലും ഒരു തണ്ട് നല്ല വെള്ളമയം ഒട്ടും ഇല്ലാതെ ചേർത്താലും മതി. പിന്നെ കൂടുതലായി പോയാൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് ആയിരിക്കും ഗരം മസാലയ്ക്ക് മുന്നേ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക. അപ്പോൾ അത് നിർബന്ധമില്ല, അത് ഓപ്ഷനിലാണ്. ഞാനത് ചേർക്കുന്നതുകൊണ്ട് ഇട്ടെന്ന് മാത്രം. ഈ ഗരം മസാലയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത ഗരം മസാല കുറച്ച് വലിയ കന്നിയുള്ള അരിപ്പയിലൂടെ ഇട്ടൊന്ന് അരിച്ചെടുക്കാം. കറുവപ്പട്ടയൊക്കെ കുറച്ചൊന്ന് പൊടിഞ്ഞു വരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ കിട്ടുന്നതിനായിട്ട് ഇതേ കൂട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് അതൊന്നും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. ഇനി നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട.